അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് സ്റ്റാൻഡേർഡ് 7th മാത്സ് ആണ് കേട്ടോ, ഗണിതം. ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിലെ ഗണിതം, അതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തരികം എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. സമാന്തര വരകൾ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമായ കോൺ പൊരുത്തങ്ങളാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതുവരെ എടുത്തത് നിങ്ങൾ കാണാത്തത് ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ഭാഗം ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണ് അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും, കാണുക കേട്ടോ. അപ്പോൾ കോൺ പൊരുത്തങ്ങൾ എന്താണ്? രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പൊതുവായി പറഞ്ഞില്ലേ നമ്മളിപ്പം എന്താ, രണ്ട് വരകൾ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പൊതുവായി നമ്മൾ പറഞ്ഞു. ഇതുപോലെ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുന്ന 8 കോണുകളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചും പൊതുവായി നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് രണ്ട് വരകൾ, ഈ രണ്ട് വരകൾ മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പൊതുവായി പറഞ്ഞ്. അതുപോലെ രണ്ട് സമാന്തര വര, ഒരു സമാന്തര വര അല്ലെ, ഇത് രണ്ട് സമാന്തര വരകള് എന്താണ്, ഇതുപോലെ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കിടക്കുന്ന 8 കോണുകളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് പൊതുവായി എങ്ങനെ പറയാ? നേരത്തെ കണ്ട ഈ ചിത്രം നമുക്ക് വീണ്ടും നോക്കാം. അതാ ഈ ചിത്രം നോക്കൂ, കണ്ടേ? ഈ ചിത്രം നോക്കുക. താഴത്തെ 4 കോണുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. താഴത്തെ ഈ 4 കോണുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെയാണ് മുകളിലെ 4 കോണുകൾ തമ്മിലുള്ള ബന്ധവും അല്ലെ, അതന്നെയല്ലേ ഈ മുകളിലെ 4 കോണുകൾ തമ്മിലുള്ള ബന്ധം അതന്നെ അല്ലെ. അപ്പൊ താഴത്തെ ഒരു കോണും മുകളിലെ ഒരു കോണും എടുത്താൽ, ഇനി താഴത്തെ ഒരു കോണും മുകളിലെ ഒരു കോണും എടുക്കുക. അങ്ങനെ എടുത്താലോ, രണ്ടും ചെറിയ കോണുകളായാൽ 2 50 ഡിഗ്രി അല്ലെ. എന്താണ്, രണ്ടും ചെറിയ കോണുകളായാൽ 2 50 ഡിഗ്രി. ഇനി രണ്ട് വലിയ കോണുകളായാൽ എന്താ, 2 130 ഡിഗ്രി അല്ലെ. ഒന്ന് ചെറുതും മറ്റൊന്ന് വലുതുമായാൽ ചെറുത് 50, വലുത് 130 ഡിഗ്രി അല്ലെ. അതിന്റെ തുക എന്താണ്, 180 ഡിഗ്രി അല്ലെ. രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ. അപ്പൊ കോണുകൾ മാറിയാലും ഈ ബന്ധങ്ങൾക്ക് മാറ്റം ഉണ്ടാകില്ല അല്ലെ. അപ്പൊ എന്താ, കോണുകൾ മാറിയാലും എന്താണ്, ഈ ബന്ധങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല അല്ലെ. ഇവിടെ ഇപ്പൊ 40 ആണെങ്കിൽ ഇവിടെ 140 ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, ഇതിന്റെ തുക 180 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ എന്താ, കോണുകൾ മാറിയാൽ എന്താ, ഈ ബന്ധങ്ങൾ മാറ്റം ഉണ്ടാകില്ലല്ലോ അല്ലെ. അപ്പോൾ പൊതുവായി എങ്ങനെ നമുക്ക് പറയാ? സമാന്തരമായ രണ്ട് വരകളെ ഒരു ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ എന്താണ്, സമാന്തരമായ രണ്ട് വരകളെ ഒരു ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ് അല്ലെ. പിന്നെ വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. പിന്നെ ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി ആകും. മുറിക്കുന്ന വര സമാന്തര വരകളിൽ ഒന്നിന് ലംബമായാൽ എന്താ, മറ്റേ വരയ്ക്കും ലംബമാകും. എല്ലാ കോണുകളും മട്ടമാകും അല്ലെ. മുറിക്കുന്ന വര എന്താണ്, സമാന്തര വരകളിൽ ഒന്നിനും ലംബമായാൽ എന്താവും, എന്താണ് 90 ഡിഗ്രി അല്ലെ, മട്ടമാകും അല്ലെ. എല്ലാ കോണും 90 ഡിഗ്രി ആവും, മട്ടമാകും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മട്ടം എന്ന് പറയാറില്ല അല്ലെ, 90 ഡിഗ്രി. ഇനി ഈ ചിത്രം നോക്കിയേ, ഈ ചിത്രത്തിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? ഇത് 45 ഡിഗ്രി ആണ് അല്ലെ. ഈ Z എന്ന് എഴുതിയത് അല്ലെ. അപ്പൊ Z അല്ല അല്ലെ, ഈ ലൈനിന്റെ ഇതിങ്ങനെ. ഓക്കെ, അപ്പൊ എന്താണ്, ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ കോണളവ് എത്ര ആയിരിക്കുന്ന? അപ്പൊ നോക്കാം നമുക്ക്. മുകളിലെയും താഴത്തെയും വരകൾ സമാന്തരമാണ് അല്ലെ. ഈ വരയും ഈ വരയും സമാന്തരമാണ്. മുകളിലെ കോൺ എത്രയാണ്? അങ്ങനെയാണ് ഈ കോൺ എത്രയായിരിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. കോണുകളെല്ലാം വ്യക്തമാകാൻ വരകൾ നീട്ടി വരച്ച് നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ നമുക്ക് ഈ വരകൾ നീട്ടി വരയ്ക്കുകയാണ് അല്ലെ. ഇതങ്ങോട്ട് നീട്ടി വരച്ച് നമുക്ക് നോക്കിയേ എന്തായിരിക്കും? വരകൾ നീട്ടി വരച്ചു അല്ലെ. ഇപ്പൊ നമുക്ക് പഠിച്ച സംഭവം വന്നു അല്ലെ. അങ്ങനെ ആവുമ്പോൾ മുകളിലും താഴെയും ഉള്ള സമാന്തര വരകളെ ചരിഞ്ഞ വര അല്ലെ. മുകളിലും താഴെയുമുള്ള സമാന്തര വരനെ എന്താണ്, ഈ ചരിഞ്ഞ വര മുറിച്ച് കിടക്കുന്ന കോണിലെ ചെറിയ 2 എണ്ണമാണ് ആദ്യ ചിത്രത്തിലെ കോണുകൾ എന്ന് കാണാം അല്ലെ. അപ്പൊ അതിനാൽ അവയ്ക്ക് ഒരേ അളവാണ്. അപ്പൊ ഇത് 45 ആണെങ്കിൽ ഇത് 45 ഡിഗ്രി അല്ലെ. അപ്പൊ ഒരേ അളവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുകളിലെ കോണ് 45 ഡിഗ്രി തന്നെ. ഇത് കണ്ടോ, 45 ഡിഗ്രി തന്നെ അല്ലെ. ചിത്രം ഇങ്ങനെ ആയാലോ, ഇങ്ങനെ ആയാലോ, അപ്പൊ നമുക്ക് നീട്ടി വരച്ചു നോക്കാം അല്ലെ. അപ്പൊ നീട്ടി വരച്ചാൽ എന്തായിരിക്കും? അത് ആദ്യത്തെ ചിത്രം തന്നെ, കോൺ അല്പം മാറ്റി ഒന്ന് കറക്കി വെച്ചതല്ലേ അല്ലെ. അപ്പൊ മറ്റേ കോൺ എത്രയാണ്? അപ്പൊ എത്രയായിരിക്കും? ഇതിങ്ങനെ വരച്ചാൽ എത്രയായിരിക്കും? കറക്റ്റ് പറഞ്ഞൂടെ? എത്രയാ? 40 ഡിഗ്രി അല്ലെ. ഇനി നോക്കൂ, ഇനി ഈ ചിത്രം നോക്കൂ. ഇത് 30 ഡിഗ്രിയാണ് അല്ലെ. അപ്പം കുത്തനെയുള്ള വരകൾ സമാന്തരമാണ്. കുത്തനെയുള്ള ഈ വരകൾ എന്താ, സമാന്തരമാണ് അല്ലെ. പക്ഷെ അവ രണ്ടിനെയും മുറിച്ച് കിടക്കുന്ന വരയൊന്നും ഇല്ലല്ലോ. ഇതിൽ മുറിച്ച് കിടക്കുന്ന വരയൊന്നും കാണുന്നില്ല അല്ലെ.
കുത്തനെ ഒരു വര കൂടി വരച്ചാലോ, ഇനി കുത്തനെ ഒരു വരയും കൂടി വരച്ചു നോക്കുകയാണ് അല്ലേ. അപ്പോൾ നടുവിലെ കോൺ 2 ഭാഗമായി അതിലെ ഇടത് ഭാഗം കണക്കാക്കാമല്ലോ അല്ലെ. അപ്പൊ എന്താണ്, നടുവിലെ കോൺ എന്തായി, 2 ഭാഗമായി അല്ലെ. ഇനി എന്താണ്, ഇടത് ഭാഗം നമുക്ക് കണക്കാക്കാൻ പറ്റൂ അല്ലെ. എങ്ങനെയാണ് കണക്കാക്കുക? ഇതാ ഇപ്പൊ ഇതെന്തായി, ഇവിടെ എന്തായി, ഇപ്പൊ ഇങ്ങനെ വരച്ചു അല്ലെ. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും അല്ലെ. അങ്ങനെ ആവുമ്പോൾ ഇത് എത്ര ആയിരിക്കും, ഇത് 30ഉം ഇത് 30, അപ്പം ഇത് 40 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇത് 40 ഡിഗ്രി ആയിരിക്കും. പലതായി എടുത്ത് വരച്ച് നമുക്ക് നോക്കണം അല്ലെ. പിന്നെയോ ഇവിടെ 40 ഡിഗ്രി, പിന്നെയോ ഇപ്പൊ 40 ഡിഗ്രി നമ്മളിവിടെ എടുത്തു അല്ലെ. ഇനി നോക്കുക, ഇവിടെ 20 ഡിഗ്രി ആക്കി എടുത്താലോ, ഒന്ന് മാറ്റി വരച്ചിട്ട്. ചിത്രം ഭംഗിയാകണമെങ്കിൽ ഈ കോൺ എത്രയായി എടുക്കണം, കണ്ടോ, 30 30 അല്ലെ. അപ്പൊ നല്ല ഭംഗിയിൽ വരണേ 30 30 ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ 30 ആണ്, ഇവിടെ 30 അല്ലെ. അപ്പൊ ഇവിടെ എന്തായി, 30 30 60 ആവും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ കോൺ എന്തായിരിക്കും, ഇത് 30 ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയായിട്ട് നമുക്ക് എടുക്കാം അല്ലെ. ഇനി നോക്കൂ, മറ്റൊരു ചോദ്യം. ചുവടെയുള്ള സാമാന്തരികത്തിന്റെ മറ്റു കോണുകൾ കണക്കാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ സാമാന്തരികത്തിന്റെ മറ്റു കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഇവിടെ ഈ സൈഡ് ഇതിൽ കണ്ടോ, സൈഡ് ബോക്സിൽ കുറച്ച് ഉണ്ട് അല്ലേ. ടീച്ചർ അത് പിന്നെ എടുക്കാൻ വിചാരിച്ചു, പിന്നെ അല്ല ഇപ്പം തന്നെ എടുക്കാൻ വിചാരിച്ചാണ്, ഇത് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ നോക്കൂ, സ്ഥാനവും കോണുമാണ് കേട്ടോ. എന്താണ് സ്ഥാനവും കോണും? 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളെ അവയുടെ സ്ഥാനങ്ങൾ അനുസരിച്ച് ഇനം തിരിക്കുക. വരകളുടെ ഒരേ സ്ഥാനത്ത് വരുന്ന ജോഡികളാണ് ചുവടെയുള്ള ചിത്രങ്ങൾ. കണ്ടോ, മുകളിലെ വലത്ത്, ഇത് മുകളിൽ വലത്ത് അല്ലെ. ഇത് താഴെ വലത്ത്, താഴെ വലത്ത് അല്ലെ. ഇതോ മുകളിൽ ഇടത്ത്, മുകളിൽ ഇടത്ത് അല്ലെ. സെയിം അല്ലേ, താഴെ ഇടത്ത് നമ്മൾ പഠിച്ച സംഭവം തന്നെയാ അല്ലെ. ഇത് സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ ഓരോ ജോഡിയെയും സമാന കോണുകൾ അല്ലെ, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാ പറയാ അല്ലെ. ഓരോ ജോഡിയിലെയും കോണുകൾക്ക് എന്താണ്, ഒരേ അളവാണ് അല്ലെ. ഇനി ഇവിടെ നോക്കിയ എതിർസ്ഥാനങ്ങൾ അല്ലെ. താഴെ ഇടത്ത്, ഇതിന്റെ എതിർസ്ഥാനാണ് ഇത് അല്ലെ, മുകളിൽ വലത്ത്. ഓക്കെ, ഇതിന്റെ എതിർസ്ഥാനാണ് ഇതിലെ. 2 സമാന്തര വരകളെ മറ്റു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ എതിർസ്ഥാനത്ത് വരുന്ന ജോഡികളാണിത് ചുവടെയുള്ള ചിത്രങ്ങളിൽ അല്ലെ. അപ്പൊ ഇതിന്റെ എതിർസ്ഥാനം വരുന്ന ഇത് അല്ലെ. പിന്നെ മുകളിൽ ഇടത്ത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, താഴെ വലത്ത് അല്ലെ, അതിന്റെ എതിർസ്ഥാനമായിട്ട് വരുന്നത്. ഇവിടെയോ താഴെ വലത്ത്, മുകളിൽ ഇടത്ത്. കണ്ടോ, ഇതിന്റെ എതിരായിട്ടാണ് ഇത് വരുന്നത്. ഇതോ മുകളിൽ വലത്ത്, ഇതോ താഴെ ഇടത്ത് അല്ലെ. അപ്പൊ ഓരോ ജോഡിയെയും എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെ, മറുകോണുകൾ എന്നാണ് പറയുന്നത്. ഓരോ ജോഡിയിലെയും കോണുകൾക്ക് ഒരേ അളവാണ് അല്ലെ. ഓരോ ഇതെന്താണ്, മുകളിൽ വലത്ത്, താഴെ ഇടത്ത്, ഇതെന്താണ്, ആൾട്ടർനേറ്റ് മറുകോണുകൾ എന്ന് പറയാം അല്ലെ. ഇതിൻ്റെത് ഇത് അല്ലെ. ഇതൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഇതിൻ്റെ ഇതാണ് അല്ലേ. ഇത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ഏതാന്നൊക്കെ ചോദിക്കും, മറുകോണുകൾ ഏതാന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി എന്താണ്, അകത്തും പുറത്തും 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ സമാന്തര വരകൾക്ക് ഇടയ്ക്കുള്ള ജോഡികളും അവയ്ക്ക് പുറത്തുള്ള ജോഡികളുമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്, 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ കണ്ടോ, എന്താണ്, സമാന്തര വരകൾക്ക് ഇടയ്ക്കുള്ള ജോഡികളും അവയ്ക്ക് പുറത്തുള്ള ജോഡികളുമാണ് ഇത് ചുവടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ ഇടയ്ക്കുള്ള ഉള്ളിലുള്ള കോഡ് അല്ലെ, അകത്ത് വലത്ത്, അകത്ത് വലത്ത് അല്ലെ. ഇതോ അകത്ത് ഇടത്ത്, ഇത് അകത്ത് ഇടത്ത് അല്ലെ. ഇതോ പുറത്ത് വലത്ത്, ഇത് ഈ ഭാഗം പുറത്ത് വലത്ത് അല്ലെ. ഇതോ പുറത്ത് ഇടത്ത്, ഇതിന്റെ പുറത്തിടത്ത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആദ്യത്തെ 2 ജോഡികളെ എന്താണ്, ആന്തര സഹകോണുകൾ എന്നും കോ ഇന്റീരിയർ ആംഗിൾസ് എന്നും, അവസാനത്തെ 2 ജോഡികൾ എന്താണ്, ബാഹ്യ സഹകോണുകൾ കോ എക്സ്റ്റീരിയർ ആംഗിൾസും എന്നാ പറയുന്നത് കേട്ടോ. ഓരോ ജോഡിയിലെയും കോണുകളുടെ തുക എന്താ, 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇതും കൂടി കൂട്ടിയ 180 ഡിഗ്രി. ഓക്കെ, അപ്പം പിന്നെന്താ, ഇതും കൂടി കൂട്ടിയ 180 ഡിഗ്രി. ഓക്കെ, അങ്ങനെ വരും കേട്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചാല്, നോക്കൂ, ചുവടെയുള്ള സാമാന്തരികത്തിന്റെ മറ്റു കോണുകൾ കണക്കാക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കണക്കാക്കിയൂടെ. ഇത് 65 ഡിഗ്രി ആണെങ്കിൽ, സോറി, ഇത് 55 ആണ് അല്ലെ. ഇത് 55 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ആദ്യം 55 ഡിഗ്രി കോണിന് മുകളിൽ കോൺ നോക്കാം. അപ്പൊ ഇത് കണക്കാക്കാൻ മുകളിലത്തെയും താഴത്തെയും വശങ്ങളായ സമാന്തര വരകളെ ഇടതുവശം മുറിച്ച് കടക്കുന്ന കോണുകൾ നോക്കാം. കണ്ടോ, ഇങ്ങനെ നീട്ടി വരച്ചു. അങ്ങനെ നീട്ടി വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഈ കോണുകളിലെ ഒരു ചെറിയ കോണും വലിയ കോണുമാണ് 55 ഡിഗ്രി കോണും അതിലെ മുകളിലെ കോണും അല്ലെ. ഇവിടെ നോക്കിയേ, ഇത് 55 ഡിഗ്രി അല്ലെ. ഇത് എത്ര ആയിരിക്കും, ഇത് ചെറുതും ഒന്ന് ഇത് വലുതുമാണ് വരുന്നത് അല്ലെ.
അപ്പോൾ എന്താണ് 55 ഡിഗ്രി കോണും അതിന് മുകളിലെ കോണ് എന്താണ്, ഒന്ന് ചെറുതും ഒന്ന് വലിയ കോണുമാണ് അല്ലേ. അതിനാൽ അവയുടെ തുക എന്തായിരിക്കും, ഇതും കൂടി കൂട്ടി എത്ര ആയിരിക്കും കിട്ടേണ്ടത്, 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ മുകളിലത്തെ കോണ് കാണെങ്കിൽ എന്താ 180 ഈ 55 ഡിഗ്രി അങ്ങ് മൈനസ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും, 125 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 125 ഈ മുകളിലത്തെ കോണ് വരുന്നത് കേട്ടോ. കണ്ടോ, 125 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഇനി 55 ഡിഗ്രി കോണിന്റെ വലത് വശത്ത് അടയാളപ്പെടുത്തിയ കോൺ നോക്കുക. ഇനി 55 ഡിഗ്രി കോണിന്റെ വലത് വശത്ത് അടയാളപ്പെടുത്തിയ കോൺ നോക്കുക. ഇത് അല്ലെ, ഇത് കണക്കാക്കാൻ സാമാന്തരികത്തിലെ ഇടതും വലതും വശങ്ങളായ സമാന്തര വരകളെ താഴത്തെ വശം മുറിച്ച് കിടക്കുന്ന കോണുകൾ നോക്കുക. എന്താണ് ഇത് കണക്കാക്കാൻ, ഈ സാമാന്തരികത്തിന്റെ ഇടതും വലതും വശങ്ങളായ സമാന്തര വരകളെ താഴത്തെ വശം മുറിച്ച് കിടക്കുന്ന കോണുകൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കോണുകളിലെ ഒരു ചെറിയ കോണും വലിയ കോണുമാണെന്ത്, 55 ഡിഗ്രി കോണും അതിന്റെ വലതുവശത്തുള്ള കോണും അല്ലെ. ഈ കോണുകളിലെ ഒരു ചെറിയ കോണും വലിയ കോണുമാണ് എന്ത്, 55 ഡിഗ്രിയും അതിന്റെ വലതുവശത്തുള്ള കോണും അല്ലെ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഈ കോണുകളിലെ ഒരു ചെറിയ കോണും വലിയ കോണുമാണെന്ത്, ഈ 55 ഡിഗ്രിയും അതിന്റെ വലതുവശത്തുള്ള ഈ കോണ് അല്ലെ. അപ്പോൾ നേരത്തെ കണക്കാക്കിയതുപോലെ ഈ കോണ് എന്താണ്, 125 ഡിഗ്രി തന്നെ അല്ലെ. അപ്പൊ ഇതെന്താണ്, ഇത് 125, ഇത് 125 അല്ലെ. ഇതുപോലെ നാലാമത്തെ കോണും കണക്കാക്കി കൂടെ അല്ലെ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും, ഇത് ചെറിയ കോണാണ് അല്ലെ. അപ്പൊ ഇത് 55 ഡിഗ്രി. ഓക്കെ, അപ്പൊ സാമാന്തരികത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ 55 ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇത് 85 ഡിഗ്രി ആയിരിക്കും. ഇത് 125 ആണെങ്കിൽ ഇതിന്റെ നേരെ എതിർവശം എന്തായിരിക്കും, 125 കേട്ടോ. ഓക്കെ, ഇനി ഈ കണക്കുകൾ ചെയ്തു നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ചിത്രത്തിലെ സാമാന്തരികം തന്നിരിക്കുന്ന അളവുകളിൽ വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ വരയ്ക്കാം നമുക്ക്, ആദ്യം 5 സെന്റിമീറ്ററിൽ എന്താക്കുക, നമുക്കൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, 5 സെന്റിമീറ്ററിൽ ആദ്യം ഒരു ലൈന് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് പൊട്രാക്ടർ എടുത്തിട്ട് 60 ഡിഗ്രിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ 60 ഡിഗ്രി പൊട്രാക്ടർ വെച്ചിട്ട് എന്താക്കുക, നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് എന്താണ് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, 3 സെന്റിമീറ്റർ ആണ് ഇത് വേണ്ടത്. ഇത് 5 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണ്ട, ഇവിടെ എഴുതണം കേട്ടോ. ഇവിടെ എത്രയാണ്, 3, ഇവിടെ 5 സെന്റിമീറ്റർ എന്ന് എഴുതുക. ഓക്കെ, 5 cm എന്ന് എഴുതുക. ഇവിടെയോ, ഇവിടെ 3 സെന്റിമീറ്റർ എന്ന് എഴുതുക. 3 സെന്റിമീറ്റർ എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, പിന്നെയോ പിന്നെ വരുന്നത് ഇവിടെ 60 ഡിഗ്രി അല്ലേ. ഇനി ഞാൻ കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടുന്ന് 5 ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്നേക്ക് 5 സെന്റിമീറ്ററിൽ ഇവിടെ അടയാളപ്പെടുത്തുക. 5 സെന്റിമീറ്റർ സ്കെയിൽ വെച്ച് അളക്കുക. പിന്നെ ഇവിടുന്ന് ഇത് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കൊരു സാമാന്തരിക വരം കിട്ടും, അല്ല സാമാന്തരികം കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത് എന്താ നോക്കുക നമുക്ക്, എന്താണ് അടുത്ത ക്വസ്റ്റ്യന്, മറ്റ് 3 കോണുകൾ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അളവുകൾ വരച്ചിട്ട് 3 കോണുകൾ കണക്കാക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് എത്രയായിരിക്കും, 60 ആയിരിക്കും അല്ലേ. അപ്പം ഇത് 60 എന്ന് എഴുതുക. ഓക്കെ, ഇത് 60 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇത് 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇത് 60 ഡിഗ്രി ആയിരിക്കും. സോറി, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താണ്, ഇത് എത്രയായിരിക്കും അങ്ങനെ ആകുമ്പോൾ, ഇത് നമുക്കറിയാം അല്ലേ. ഇത് കൂട്ടിയാൽ എന്താ കിട്ടുന്നത്, 180 കിട്ടും അല്ലേ. അങ്ങനെ ആകുമ്പോൾ 180 60 കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 180 60 കുറച്ചാൽ എത്രയാണ്, 120 അല്ലേ. അപ്പൊ ഇവിടെ 120 ആയിരിക്കും കേട്ടോ. ഇവിടെ 120 എന്ന് എഴുതുക. ഇവിടെ 120 ആയിരിക്കും. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, ഇവിടെയും 120 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ അളവുകൾ, എന്താണ് മറ്റു കോണുകൾ കേട്ടോ. മറ്റു 3 കോണുകൾ ഇതായിരിക്കും. ഓക്കെ, അടുത്ത എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കിയേ. ചിത്രത്തിൽ താഴത്തെയും മുകളിലെയും നീലവരകൾ സമാന്തരമാണ്. പച്ചവരകൾക്കിടയിലെ കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് കണക്കാക്കുക നമ്മള്, ഇത് ഈ കോണ് കണക്കാക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഇടയിലുള്ള കോണ് കണക്കാക്കുക. എങ്ങനെ കണക്കാക്കും, അപ്പൊ നമുക്ക് എന്താക്കുക, ഇതിന് സമാന്തരികമായിട്ട് ഇവിടെ ഒരു ലൈൻ അങ്ങ് വരച്ചു നോക്കുക. വരച്ചു നോക്കിയല്ലേ.
അപ്പോൾ ഇതിന് ഈ ലൈന് സാമാന്തരികമായിട്ട് ഒരു ലൈനെ ഞാൻ വേറെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ നോക്കൂ. ഈ ചിത്രം നോക്കിയത് 40 ആകുമ്പോൾ നമ്മൾ നീട്ടി അങ്ങ് വരച്ചതിൻ്റെ കൂടുതൽ. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് 40 ആയിരിക്കും അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇത് 40 ആണെങ്കിൽ നേരെ ഇത് എന്തായിരിക്കും? ഇത് 40 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് എത്രയാണ്? ഇത് 40 ഡിഗ്രി ആയിരിക്കും അവിടെ വരിക. ഓക്കെ, ഇത് 40 ഡിഗ്രി. ഇനി നമുക്ക് കാണേണ്ട ഇതിൻ്റെ ഉള്ളിലുള്ള, അപ്പോൾ ഈ ഒരളവ് കിട്ടി. ഈ ലൈനിന് സമാന്തരികമായിട്ടാണ് ഈ ലൈൻ വരുന്നത് അല്ലേ? അപ്പോൾ ഈ താഴെയുള്ള ഈ ലൈനിൻ്റെ എത്രയാണ് കിട്ടണം? അപ്പോൾ എങ്ങനെ നമ്മൾ കിട്ടുക? ഇത് അങ്ങനെ തന്നെ എന്താക്കുക? നമുക്ക് നീട്ടി വരയ്ക്കുക. ഇത് നീട്ടി വരച്ച് നോക്കുക. നമുക്ക് നീട്ടി വരയ്ക്കുക. ഇതും താഴോട്ടേക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോണ് വരുമ്പം ഏതാണ്? ഈ കോണ് 50 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതിൻ്റെ നേരെയുള്ള ഇത് 50 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് 50 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് 50 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയാണ്? 50 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഒന്ന് 40ഉം ഒന്ന് 40 ഡിഗ്രിന്ന് കിട്ടിയില്ലേ? ഇത് 40 ഡിഗ്രിന്ന് കിട്ടി. ഇത് 50 ഡിഗ്രിന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇത് മൊത്തം എത്ര ആയിരിക്കും? 40 + 50 എത്ര? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ എന്താണ് ആ കോൺ എത്ര? 90 ഡിഗ്രി ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ ചിത്രം നീട്ടി വരച്ചൊക്കെ നോക്കുക. എന്നിട്ട് എന്താക്കി നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ ഇടത്തോട്ട് ചരിഞ്ഞ വരകളുടെ ജോഡിയും ചിത്രത്തിൽ ഇടത്തോട്ട് പറയുമ്പോൾ ഇടത്തോട്ട് ചരിഞ്ഞ ഈ വരകളുടെ ജോഡിയും എന്താണ്? വലത്തോട്ട് ചരിഞ്ഞ വരകളുടെ ജോഡിയും സമാന്തരമാണ് അല്ലേ? അപ്പോൾ ഇതും സമാന്തരമാണ്, അതുപോലെ ഇതും സമാന്തരമാണ് അല്ലേ? ഈ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം നമുക്ക്? ആദ്യം നമ്മൾ ഇത് വരയ്ക്കുക അല്ലേ? ഒരു ലൈൻ വരയ്ക്കുക, സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടുന്ന് 40 ഡിഗ്രിയിൽ എന്താണ്? ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊട്രാക്ടർ എന്താണ് 40 ഡിഗ്രിയിൽ പ്രൊട്രാക്ടർ എടുത്ത് വരച്ച് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 സെൻറ്റിമീറ്റർ എന്നുള്ള അളവ് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ ഡോട്ട് ഇട്ട് നമ്മൾ വരയ്ക്കുക ആദ്യം. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എന്താണ്? പെൻസിൽ എടുക്കുക, പിന്നെ സ്കെയിൽ എടുക്കുക, സെറ്റ് സ്ക്വയർ എടുക്കുക. എന്നിട്ട് എന്താക്കുക? ഇവിടെ സ്കെയിൽ വെച്ചിട്ട് എന്താണ്? ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെ സ്കെയിൽ ഈ 2 സെൻറ്റിമീറ്റർ അവിടെ സ്കെയിൽ കറക്റ്റ് വെച്ചിട്ട് പ്രൊട്രാക്ടറിൻ്റെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നീക്കിയിട്ട് ഈ ലൈന് വരയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇതും വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിലേക്ക് എത്താൻ കഴിയും. അടുത്ത ചോദ്യം നോക്കൂ. ത്രികോണ കണക്കാണ്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കേണ്ടത് മനസ്സിലായില്ല അല്ലേ? അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? വലിയ ടഫൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ എന്താക്കണം? പഠിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.